നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ സാധാരണ ഗൂഗിൾ പേ ഉപയോഗിക്കാറുണ്ട്. ഗൂഗിൾ പേക്കകത്ത് നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റുകൾ ചെയ്യും. ഓൺലൈൻ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ പേയ്മെൻറ്റായിട്ട് ലിങ്ക് കൊടുക്കുന്ന UPI ലിങ്ക് ആയിട്ടുള്ള ഗൂഗിൾ പേ ആയിരിക്കും. എന്നാൽ ആദ്യകാലങ്ങളിലേക്ക് ഗൂഗിൾ പേക്കകത്ത് നമുക്ക് 5 രൂപയോ 6 രൂപയോ ഒക്കെ നമുക്ക് ഓരോ പേയ്മെൻറ്റിനും സ്ക്രാച്ച് കാർഡിലൂടെ കിട്ടാറുണ്ടായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് ഗൂഗിൾ പേക്കകത്ത് നിന്ന് ക്യാഷ് കിട്ടാറില്ല. അധികം ആളുകളും അത് ചോദിക്കാറുണ്ട്. ഗൂഗിൾ പേക്കകത്ത് ഇപ്പോൾ ക്യാഷ് കിട്ടാറില്ല, അതിന് പകരം നമുക്ക് ചില കൂപ്പണുകളാണ് കിട്ടാറുള്ളത്. എന്നാൽ ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്ന ഒരു ആപ്പ് ഗൂഗിൾ പേ പോലെ തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു UPI ആപ്പാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ആപ്പ് നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 100 രൂപയോ അതിന് മുകളിലോ എന്ത് സാധനം പർച്ചേസ് ചെയ്യുകയാണെങ്കിലും, കടകളിൽ പോയി സാധനം വാങ്ങുകയാണെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു ക്യാഷ് ബാക്ക് കിട്ടും. 10 രൂപയോ 15 രൂപയോ അല്ലെങ്കിൽ 7 രൂപയോ 6 രൂപയോ ഒക്കെ നിങ്ങൾക്ക് ഓരോ പേയ്മെൻറ്റിൽ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടും. മാത്രമല്ല നിങ്ങൾക്ക് ഓരോ ക്യാഷ് ബാക്കും സെയിം ടൈമിൽ തന്നെ അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും അതല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ആ പണം ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വളരെ ഈസി ആയിട്ട് സെക്കൻഡുകൾക്കുള്ളിൽ വിഡ്രോ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. വളരെ മികച്ച ഒരു ആപ്പാണ്, സേഫായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ആപ്പാണ്. കാരണം UPI കണക്ട് ചെയ്തിരിക്കുന്നത് ഗൂഗിൾ പേ ആയാലും അതുപോലെ തന്നെ മറ്റ് ആപ്പുകളാണെങ്കിലും ഒക്കെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ റൂൾ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സേഫായിട്ട് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. മാത്രമല്ല ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു ആപ്പിനകത്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റുകൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ UPI പിൻ അടിക്കാറുണ്ട്. നമ്മളിപ്പോൾ ഒരു പിൻ നമ്പർ ടൈപ്പ് ചെയ്തിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യാറുള്ളത്. എന്നാൽ ഈ ഒരു ആപ്പിനകത്ത് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ട. നിങ്ങളുടെ ഫോണിനകത്ത് ഫിംഗർ പ്രിൻറ്റ് സൗകര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ സ്കാൻ ചെയ്യുക, ഫിംഗർ പ്രിൻറ്റ് വെച്ച് കൊടുത്താൽ മതി, നിങ്ങൾക്ക് പണം പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കൂടുതൽ ക്യാഷ് ബാക്ക് കിട്ടാനും വളരെ ഈസി ആയിട്ട് ആ ഒരു ക്യാഷ് ബാക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാനും സാധിക്കും. ഏതാണ് ആപ്പ്, അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഞാൻ ഈ കുറച്ച് ദിവസങ്ങളായി ഉപയോഗിച്ച് തുടങ്ങിയിട്ട്, പക്ഷേ എനിക്ക് നല്ല ക്യാഷ് ബാക്ക് കിട്ടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്ലേ സ്റ്റോറിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് UPI ആപ്പുകൾ കിട്ടും. ഏതെങ്കിലും ആപ്പുകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ പണം നഷ്ടപ്പെടുത്തരുത്. വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നേരിട്ട് പ്ലേ സ്റ്റോറിലെത്തി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ആപ്പിൻ്റെ ഇൻ്റർഫേസ്. നിങ്ങൾക്കിവിടെ ഞാൻ കാണിച്ചു തരാം. ഏറ്റവും മുകളിലായിട്ട് നമുക്കൊരു കോയിൻസിൻ്റെ ചിഹ്നം കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പോൾ നിലവിൽ 112 രൂപ എൻ്റെ അക്കൗണ്ടിൽ, അത് ഞാൻ വിഡ്രോ ചെയ്തിട്ടില്ല, ഞാൻ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടില്ല, ഈ ഒരു ആപ്പിനകത്ത് കാണാൻ സാധിക്കും. ഇവിടെ കാണാം, ഇതാ 112.43 രൂപ എൻ്റെ എൻ്റെ ഈ ഒരു ആപ്പിനകത്തുണ്ട്. ഇവിടെ താഴെ ഗെറ്റ് 112 ക്യാഷ് എന്ന് കാണുന്ന ഈ ബ്ലാക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡുകൾക്കുള്ളിൽ ഈ പണം എൻ്റെ അക്കൗണ്ടിലേക്ക് എത്തുകയും ചെയ്യും. ഞാനിത് തൽക്കാലം ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് മറിച്ചിട്ടില്ല. നേരത്തെ ഞാനിത് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും മുകളിൽ 8 രൂപ എന്ന് കാണാൻ സാധിക്കും. നമ്മൾ അക്കൗണ്ടിലേക്ക് മറിക്കുന്ന ക്യാഷ് ഇവിടെ മുകളിലായിട്ട് കാണാൻ സാധിക്കും. നിലവിൽ ഇപ്പോൾ ഞാൻ 8 രൂപ മാത്രമാണ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് മറിച്ചത്. വളരെ ഈസി ആയിട്ട് സെക്കൻഡുകൾക്കുള്ളിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് അത് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഈ ഒരു ആപ്പ് സാധാരണ ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക, ലോഗിൻ ചെയ്യുക, അതിനുശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കൊടുത്തിരിക്കുന്ന സിം കാർഡ് നിങ്ങളുടെ ഫോണിനകത്ത് വേണം. സെയിം ഗൂഗിൾ പേ എങ്ങനെ ഉപയോഗിക്കുന്നു അതേ മെത്തേഡ് തന്നെയാണ്, ഒരു ടെൻഷനും ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക ആദ്യം ആപ്പ്, അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ട് ആഡ് ചെയ്യാൻ അവിടെ തന്നെ കാണിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ബാങ്ക് ഏതാണെങ്കിൽ, ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ ഫെഡറൽ ബാങ്ക് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഈ ഒരു ആപ്പിനകത്ത് ആക്റ്റീവ് ആകും. ഈ ഒരു ആപ്പിൻ്റെ ഇടത് ഭാഗത്ത് ഇവിടെ UPI എന്നുള്ളൊരു ഭാഗം കാണും, പ്രൊഫൈൽ പോലെ തന്നെ. അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ QR കോഡ് കിട്ടും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അയച്ചു കൊടുത്ത് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. താഴെ നമ്മുടെ ബയോമെട്രിക് ആക്റ്റീവ് ചെയ്യാൻ, ഞാൻ നേരത്തെ പറഞ്ഞു ഫിംഗർ പ്രിൻറ്റ് കൊടുത്തുകൊണ്ട് UPI പിന്നിന് പകരം ഫിംഗർ പ്രിൻറ്റ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിവിടെ ബയോമെട്രിക് ആക്റ്റീവ് എന്ന് കാണാം. ഏകദേശം 5000 രൂപ വരെ ഒരേ സമയം ഒരൊറ്റ ഫിംഗർ പ്രിൻറ്റിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു ഷോപ്പിലൊക്കെ പോയി ജസ്റ്റ് സ്കാൻ ചെയ്ത് ഫിംഗർ അങ്ങ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് പൂർത്തിയാക്കും. താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബാങ്ക് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളതിനകത്ത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുത്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് ഇവിടെ കാണും. അത് ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ്, ഒരു ടെൻഷനും ഇല്ല. അതിനകത്ത് നമുക്ക് പണം അയക്കാനും മൊബൈൽ നമ്പർ ഉപയോഗിച്ച് പണം അയക്കാനും കടകളിൽ പോയി സ്കാൻ ചെയ്യാനും ഒക്കെ സാധിക്കും. ഇവിടെ നിങ്ങൾ ഈ ഒരു ആപ്പിൻ്റെ താഴെ ഭാഗത്ത് നോക്കിയാൽ സ്കാൻ പേ എന്ന് കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് കടകളിൽ പോയി പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. മുകളിലായിട്ട് നമുക്ക് പേ മൊബൈൽ നമ്പർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ നമ്പർ ഉപയോഗിച്ച് സാധാരണ ഗൂഗിൾ പേയിലൊക്കെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഓപ്ഷനാണ്. അതുപോലെ തന്നെ ചെക്ക് ബാലൻസ്, ഇത് വളരെ ഈസിയാണ്. പല ഗൂഗിൾ പേക്കകത്തൊക്കെ നമ്മൾ ബാലൻസ്
ബാങ്കിൽ എത്ര പണമുണ്ട്, നമ്മുടെ അക്കൗണ്ടിൽ എത്ര പണം ഉണ്ടെന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ UPI ഒക്കെ അടിക്കണം. എന്നാൽ ഇവിടെ ചെക്ക് ബാലൻസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫിംഗർ പ്രിൻറ്റ് വെച്ച് കൊടുത്താൽ മതി. നിങ്ങൾക്ക് എത്രയാണ് നിങ്ങളുടെ അക്കൗണ്ടിനകത്ത് ബാലൻസ് ഉള്ളതെന്ന് വളരെ ഈസി ആയിട്ട് കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ താഴെ ഭാഗത്തേക്ക് വന്നാൽ സാധാരണ ഗൂഗിൾ പേ അകത്ത് ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് മൊബൈൽ റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇലക്ട്രിസിറ്റി ബില്ല്, നമ്മുടെ കറണ്ട് ബില്ല് അടയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഫാസ്ടാഗ് റീചാർജ് ചെയ്യാൻ, വാട്ടർ ബില്ല് അടക്കാൻ, അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ സൗകര്യം ഇതിനകത്ത് ലഭ്യമാണ്. സാധാരണ ഗൂഗിൾ പേയിൽ ഉപയോഗിക്കുന്ന എല്ലാ ഫീച്ചറും ഇതിനകത്തുണ്ട്. ഈ ഒരു അക്കൗണ്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു 60 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തും. നിങ്ങളുടെ അക്കൗണ്ടിൽ ഫ്രീ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് ഈ ഒരു ലിങ്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 60 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തും. ഇവിടെ താഴെ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് ഏറ്റവും താഴെ ഭാഗത്തേക്ക് വന്നാൽ റെഫർ ആൻഡ് ഏൺ എന്നുള്ള ഓപ്ഷൻ കാണും. അതിന് താഴെ ഗെറ്റ് ഫ്ലാറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഈ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാം ഷെയർ ബൈ വാട്സപ്പ് എന്നുള്ളൊരു ഭാഗം കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇവിടെ വാട്സപ്പിൽ ഈ ലിങ്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ലിങ്കിലൂടെ അവർ ഓപ്പൺ ചെയ്ത് ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 60 രൂപ എത്തുന്നതായിരിക്കും. പിന്നെ അവർ ഓരോ പേയ്മെൻറ്റിൻ്റെയും നിശ്ചിത തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തും. ഇതിൽ ഏറ്റവും പ്രത്യേകം എന്ന് പറയുന്നത് ഇവിടെ താഴെ ഞാനിവിടെ ഹിസ്റ്ററി ഭാഗത്തേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ഓരോ പേയ്മെൻറ്റും 100 രൂപയുടെ മുകളിലേക്ക് വരുന്ന ഓരോ പേയ്മെൻറ്റിനും നല്ല ക്യാഷ് ബാക്കാണ് എനിക്ക് കിട്ടുന്നത് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളിത് ഉപയോഗിച്ച് നോക്കുക. വളരെ ഈസി ആയിട്ട് ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. വളരെ ഈസി ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാനും വളരെ ഈസി ആയിട്ട് ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കാനും സാധിക്കും. നല്ല മികച്ച ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒരു ആപ്പ് ഇത് മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആപ്പിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം, നിങ്ങൾ ഓരോ പേയ്മെൻറ്റിനും നിങ്ങൾക്കൊരു സ്ക്രാച്ച് കാർഡാണ് കിട്ടുക. നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലുള്ള ഈ ഡോളർ ചിഹ്നത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ താഴെ നിങ്ങൾക്ക് സ്ക്രാച്ച് കാർഡ് വന്നിട്ടുണ്ടാവും. ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ കാർഡൊന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുത്താൽ ആ പണം നിങ്ങളുടെ അക്കൗണ്ടിൽ ഇവിടെ കാണാൻ സാധിക്കും. ഓർക്കുക, ഗൂഗിൾ പേ പോലെ തന്നെ ഓരോ പേയ്മെൻറ്റും നിങ്ങൾ സ്ക്രാച്ച് കാർഡ് വരും. അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കണം. ഒന്ന് വിരലോടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ ആ പോയിൻ്റ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. 100 പോയിൻറ്റിന് 1 രൂപയാണ്. ഓരോ പേയ്മെൻറ്റും നിങ്ങൾക്ക് 900 പോയിൻറ്റ്, 500 പോയിൻറ്റ്, 1000 പോയിൻ്റൊക്കെ നിങ്ങൾക്ക് കിട്ടും. നല്ലൊരു സംഖ്യ ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടും. വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ആപ്പാണ്, നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇത് 100 രൂപയ്ക്ക് മുകളിലുള്ള പേയ്മെൻറ്റിനാണ് നിങ്ങൾക്ക് ഇത്തരത്തിൽ ക്യാഷ് ബാക്ക് കിട്ടുക. ഇനി 100 രൂപയ്ക്ക് താഴെ പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ആപ്പ് നമുക്ക് അടുത്ത ദിവസം വീഡിയോ ആയിട്ട് ചെയ്യാം. അതായത് 100 രൂപയ്ക്ക് താഴെ നിങ്ങൾ എന്ത് പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിലും 2 രൂപ, 3 രൂപ, 4 രൂപയ്ക്ക് നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടും. ഓരോ പേയ്മെൻറ്റിനും ക്യാഷ് ബാക്ക് കിട്ടും. ആ ഒരു ആപ്പ് ഇനി അടുത്ത ദിവസം ഞാൻ പരിചയപ്പെടുത്തരാം. ഈ ഒരു ആപ്പ് 100 രൂപയോ അതിന് മുകളിലോ പേയ്മെൻറ്റ് ചെയ്യുന്ന ആളുകൾക്കുള്ള ക്യാഷ് ബാക്കാണ്. ഇത് നല്ലൊരു ക്യാഷ് ബാക്കുള്ള ആപ്പാണ്. ഉപയോഗിച്ച് നോക്കുക. വളരെ ഈസിയായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.